വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഷവർമയും പിസയൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഇല്ല. ഒരുവിധം കുട്ടികളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണിത്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ പലരും എപ്പോഴും ഓർഡർ ചെയ്യുന്ന സാധനങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഷവർമയും പിസയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സ്നാക്ക് മാത്രമായിട്ടല്ല, ഇത് നിങ്ങൾക്ക് ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കുകയും ചെയ്യരുത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 6 പിസ്സ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയാണ്. ഒരു പിസ്സ സാൻഡ്വിച്ച് നിങ്ങൾക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 6 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 പീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഓയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് വേഗം മെൽറ്റ് ആയിക്കോളും. ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം ചെറുതാക്കിയിട്ട് വെക്കുക. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ പീസും അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ചെറുതായിട്ട് അരിഞ്ഞു ഊറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതായത് എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വെള്ളമൊന്നുമില്ലാതെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ ചിക്കൻ നമുക്ക് ഇതിൻ്റെ അകത്തിട്ടിട്ട് കുക്ക് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് അറബിക് മസാല ചേർത്ത് കൊടുക്കാം. അറബിക് മസാല കയ്യിലില്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഇടുന്ന ഗരം മസാല തന്നെ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൂട്ടിന് ചെറിയൊരു പുളിപ്പും കിട്ടും. അതുപോലെ തന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. തൈര് ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ചിക്കൻ വേവുന്ന സമയം വരെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. തൈരിൽ നിന്നും ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് കുറച്ചൊന്ന് സെമി ഡ്രൈ ആവുന്ന വരെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഒരു വലിയ ഉള്ളി ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഇപ്പോൾ ഇട്ട പച്ചക്കറിയൊക്കെ ഇല്ലേ, അതൊക്കെ ഒരുപാടൊന്നും കുക്ക് ചെയ്യരുത്. അതൊക്കെ കുറച്ചിങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഷവർമയിലൊക്കെ കടിക്കുന്ന ആ ഒരു പാകത്തിൽ തന്നെ ഉണ്ടാവണം. അപ്പം ഇതൊന്ന് ഇട്ട് ഇളക്കി 1 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. അതിനുശേഷം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 3 വലിയ ടേബിൾ സ്പൂണാണ് ഇതിൻ്റെ അകത്തേക്ക് മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഷവർമേൻ്റെ ശരിക്കുള്ള ഫ്ലേവർ കിട്ടാനായിട്ടാണ് നമ്മൾ മയോണൈസ് ഇടുന്നത്. പിന്നെ മയോണൈസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല ജ്യൂസി ആയിട്ടും ഇരിക്കും. നല്ല എന്താ പറയുക, സോസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയിട്ട് നമുക്കിത് കിട്ടും. ഇതിനുശേഷം നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതെങ്ങനെയാണ് സാൻഡ്വിച്ച് ആയിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓവനിൽ വെക്കാൻ പറ്റുന്ന ഏത് ബേക്കിംഗ് പാത്രം നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. നമ്മളിത് ജസ്റ്റ് മൈക്രോവേവ് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കൺവെക്ഷനോ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ജസ്റ്റ് സാധാരണ നമ്മൾ ചൂടാക്കുന്ന ഒരു മൈക്രോവേവ് ഓൺ ആയാൽ മതി. അതിൻ്റെ അകത്തേക്ക് ഒരു കുബൂസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. കുബൂസിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് പിസ്സ സോസ് വെച്ച് കൊടുക്കാം. കാരണം നമ്മളൊരു പിസ്സ സാൻഡ്വിച്ച് കൂടിയാണല്ലോ ചെയ്യുന്നത്. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പിസ്സ റെസിപ്പി ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെന്നുള്ളവർക്ക് മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ റെസിപ്പി കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കടകളിൽ പിസ്സ സോസ് ആയിട്ട് തന്നെ വാങ്ങിക്കാനും കിട്ടും കേട്ടോ. പിസ്സ സോസ് തേച്ചതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം സോസിയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഷ്രെഡഡ് മൊസറല്ല ചീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്.
മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു കുബൂസ് വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള മൈദ കുബൂസ് തന്നെയാണ്. എന്നിട്ട് ഈ ഒരു കുബൂസിൻ്റെ മേലെയും നമുക്ക് കുറച്ചും കൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോഴാണല്ലോ ശരിക്കും ആ ഒരു പിസയുടെ ടോപ്പ് പോലെ നമ്മുടെ സാൻഡ്വിച്ച് കാണാനുണ്ടാവുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ സോസ് ഒഴിക്കുന്നുണ്ട്. ഈ സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ മയണൈസിലേക്ക് 2 ടേബിൾ സ്പൂൺ, അതായത് ഹാഫ് ക്വാണ്ടിറ്റി പിസ്സ സോസ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്താൽ മാത്രം മതി. കാരണം ഈ ഒരു മൊസറല്ല മെൽട്ടായി കഴിഞ്ഞാൽ കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും മെൽട്ടായി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് ചതച്ചത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെക്കാം. മൈക്രോവേവ് ഓവനിൽ വെറും 2 മുതൽ 3 മിനിറ്റ് അത്ര ഇതിന് ടൈം വേണ്ടുള്ളൂ. ആ ഒരു ചീസ് മെൽട്ടാവുന്ന സമയം വരെ മാത്രം വെച്ചാൽ മതി. ചീസ് മെൽട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. നല്ല സോഫ്റ്റായിട്ടുണ്ടാവും ഈ ഒരു സാൻഡ്വിച്ച്. ഇനി നമുക്കിത് ഒരു കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നിങ്ങളെ കയ്യിൽ മൈക്രോവേവ് ഓൺ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പാനിൽ അടച്ച് വെച്ചിട്ട് അങ്ങനെയും മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ചീസ് മെൽറ്റ് ചെയ്താൽ മാത്രം മതി. കാരണം ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്താണ്. ഇത്രയുള്ള പരിപാടി. നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്